2024 സിനിമാ അവാർഡുകളിൽ മികച്ച ഗാനരചയിതാവായി റാപ്പർ വേടനെ തിരഞ്ഞെടുത്തതിൽ വിമർശനം ശക്തമാകുന്നു. ലൈംഗികാരോപണ പരാതി നേരിടുന്ന ഒരാൾക്ക് അംഗീകാരം നൽകുന്നതിലൂടെ സർക്കാരിന്റെ ഇരട്ടത്താപ്പാണ് പുറത്തുവരുന്നത് എന്നാണ് വിമർശനം. പലരോടും പല നീതിയോ എന്നതാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം. അതിലേറ്റവും പ്രധാനപ്പെട്ട വിമർശനം 2021 ഹോം എന്ന സിനിമയ്ക്കും അതിലെ പ്രവർത്തകർക്കും നിഷേധിക്കപ്പെട്ട അംഗീകാരവും. നിർമ്മാതാവായ വിജയ് ബാബുവിനെതിരെ ലൈംഗിക പരാതി ഉയർന്നതിന്റെ പേരിൽ ഇന്ദ്രൻസിനും മഞ്ജു പിള്ളയ്ക്കും അവാർഡ് നിഷേധിക്കുകയായിരുന്നു. അന്ന് ഇന്ദ്രൻസിന് ഏറെ പ്രതീക്ഷിക്കപ്പെട്ടതായിരുന്നു സംസ്ഥാന അംഗീകാരം. പിന്നീട് ദേശീയ പുരസ്കാരം നേടിക്കൊണ്ടാണ് ഇന്ദ്രൻസ് അതിന് മധുര പ്രതികാരം വീട്ടിയത്. ഹോമിന് ഒരു പുരസ്കാരവും സംസ്ഥാന സർക്കാർ നൽകിയിരുന്നില്ല. അന്ന് ഇന്ദ്രൻസ് പറഞ്ഞ വാക്കുകൾ നിരാശ കൃത്യമായി പ്രകടമാക്കുന്നതായിരുന്നു. കുടുംബത്തിൽ തന്നെ ആരെങ്കിലും ഒരു കുറ്റം ചെയ്താൽ കുടുംബക്കാരെല്ലാവരും പിടിച്ചോണ്ട് പോകും. അങ്ങനെയാണെങ്കിലും ആരോപണം ആവത്തുള്ളൂ. അതിനൊരു വിധിയൊന്നും വന്നില്ലല്ലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൽ അങ്ങനെ ആരോപിച്ചു. അത് അദ്ദേഹം നിരപരാധിയാണ്, അല്ലെങ്കിൽ ആയിരുന്നു കുറ്റം ചുമത്തിയില്ലെങ്കിൽ അവർ പിന്നെ അങ്ങനെയാണ് ഉദ്ദേശിച്ചെങ്കിൽ ഈ പടം പിന്നെ ജൂറി ഇതുവരെ വിളിച്ച് തിരുത്തോ. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന യുവ ഡോക്ടറുടെ പരാതിയിൽ വേടന് ജാമ്യം കിട്ടിയിരുന്നു. ഗവേഷക വിദ്യാർത്ഥിനിയെ അപമാനിച്ച കേസിലും വേടൻ പ്രതിയാണ്. നേരത്തെ മീറ്റു ആരോപണവും നേരിട്ടിരുന്നു. കഞ്ചാവ് കണ്ടെടുത്ത കേസിലും വേടൻ പ്രതിയായി. ജോയ് മാത്യു അടക്കമുള്ളവരാണ് വേടന് പുരസ്കാരം നൽകിയതിനെ വിമർശിച്ച് രംഗത്ത് വന്നത്. വരികളുടെ മികവിനെക്കുറിച്ചുള്ള ചർച്ചകളിൽ അനുകൂലിച്ചും പ്രതികൂലിച്ചും വാദങ്ങളുണ്ട്. എന്നാൽ ഇത്രയേറെ കേസുകൾ നിലവിലുള്ള ഒരാൾക്ക് സർക്കാർ ഒരു അംഗീകാരം നൽകുമ്പോൾ അതെന്ത് സന്ദേശമാണ് സമൂഹത്തിന് നൽകുന്നത് എന്നതാണ് സമൂഹമാധ്യമങ്ങളിൽ ഉയരുന്ന ചോദ്യം. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.